പ്രിയപ്പെട്ടവരെ, ഒരു സംസാരത്തിന് ഇതായിട്ടല്ല ഞാൻ വന്നത്. വളരെ ഒരു ചരിത്ര നിമിഷത്തിൻ്റെ ഭാഗമാവുകയാണ് നമ്മളെല്ലാവരും. ഒരുപക്ഷെ നമുക്കത് കാണുമ്പോൾ ഒരു പേപ്പറും അതിൽ കുറച്ച് ചിത്രങ്ങളും മാത്രമല്ലേ എന്ന് തോന്നിയേക്കാം. പക്ഷെ നമ്മൾ എപ്പോഴും വിചാരിക്കേണ്ടത്, അപ്പോൾ അതിൻ്റെ വില എന്ന് പറയുന്നത് ആ പേപ്പറിനെ പേനയുടെ അല്ല, അതിൽ ഉൾക്കൊള്ളുന്ന അർത്ഥം അതെന്ത് ഇത് തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒറക്കിൾ എന്ന് പറയുന്നത് നമ്മളതിൻ്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ഒരു 3000 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ BC കാലഘട്ടത്തിൽ തന്നെ ചിലവർക്ക് മാത്രം മുൻകൂട്ടി ചില കാര്യങ്ങൾ കാണാനും കേൾക്കാനുമുള്ള കഴിവുണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ ഒറക്കിൾ എന്ന് പറയുന്നത്, അതായത് പ്രവചിക്കുക എന്നർത്ഥം പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മൾ ഈഡിപ്പസ് എന്ന് പറയുന്ന ഒരു കഥയിൽ അവിടെ ഡൽഹി എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ പോകുമ്പോൾ ഇതേപോലെ തന്നെയാണ്, അതിൻ്റെ ഉള്ളിൽ നിന്നും അശരീരി കേൾക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അത് കേൾക്കാൻ വളരെ കുറച്ച് പേർക്ക് കഴിയുള്ളൂ. ഇന്ന് നമ്മൾ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഒറക്കിൾ കാർഡ്സ് കാണാൻ പറ്റും. അത് പലപ്പോഴും ഡിസൈൻ ചെയ്യുന്നത് എന്താ പറയുക, മാർക്കറ്റിംഗ് ഇതിനു വേണ്ടി മാത്രമാണ്. പക്ഷേ അത് സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് അത് സ്വാംശീകരിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അത് പുറത്തു വരുന്നത് വളരെ വിരളമായിട്ട് കാണാറുണ്ട്. അങ്ങനെ ഒരു സംഭവമാണ് അബിലയിൽ നിന്ന് ഞാൻ കണ്ടത്. അബില ജൂണിലാണ് ടാരോ പഠിക്കാൻ വരുന്നത്. അന്ന് ഞാൻ അബിലയോട് പറഞ്ഞത്, നിങ്ങൾ ടാരോ പഠിക്കണ്ട. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ടാരോ പഠിക്കാതെ തന്നെ നിങ്ങൾക്ക് ആളുകളെ മനസ്സിലാക്കാനും മുൻകൂട്ടി പ്രവചിക്കാനും കഴിവുണ്ട്. അപ്പോൾ അബില പറഞ്ഞ അങ്ങനെയല്ല സർ, എനിക്ക് ഉറപ്പിക്കണം. കാര്യം വെച്ചാൽ ഞാൻ കാണുന്നുണ്ടെങ്കിലും അത് ശരിയാണെന്ന് ഉറപ്പിക്കാൻ എനിക്കൊരു ടൂള് വേണം. അങ്ങനെ ഒരു ടൂളാണ് ടാരോ എന്ന് പറയുന്നത്. ഞാൻ തന്നെ വളരെ യാദൃശ്ചികമായിട്ടാണ് എനിക്ക് വന്നത്. അതിലൂടെ നമുക്ക് എങ്ങനെ ഒരു വ്യക്തിത്വ വികസനം നേടാം, എങ്ങനെ നമ്മുടെ ജീവിതം മാറ്റാം എന്ന് മനസ്സിലായപ്പോഴാണ് അത് പഠിപ്പിക്കണമെന്ന് തോന്നിയത്. അങ്ങനെയാണ് നമ്മളത് ഒരുപാട് പേർക്ക് പഠിപ്പിച്ചത്. അങ്ങനെയാണ് അബിലയും വന്ന് വെറും 6 മാസങ്ങൾ കൊണ്ട് അബില എന്നെ വിളിച്ചോളൂ, സാർ എനിക്ക് ഒറക്കിൾ കാർഡിന് ഇത് വന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞത് അതൊരു മാർക്കറ്റിങ്ങിനോ അത് ഇതിനൊന്നും വേണ്ടിയിട്ടല്ല. മനസ്സിൻ്റെ ഉള്ളിൽ തട്ടി നമുക്കിതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാനുണ്ട്, എനിക്ക് എൻ്റേതായിട്ട് എന്ന് നൽകാനുണ്ട് എന്ന നമ്മൾ നിവേദ്യം എന്ന് പറയുന്നൊരു വാക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ ഒറക്കിൾ കാർഡ്. ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അബില മാമിലൂടെ ഒരു ദേവി പ്രസാദം അല്ലെങ്കിൽ ഈശ്വരൻ്റെ ഒരു ഇത് തന്നെയാണ് കയറി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണം കിട്ടുന്ന എനിക്ക് ഉറപ്പാണ്. കാരണം എപ്പോഴും നമ്മളെ മനസ്സാണല്ലോ, മനസ്സുകൊണ്ട് നമ്മൾ നന്മ ചെയ്യുമ്പോൾ അത് നല്ലത് വരും. അപ്പോൾ ഈ ഒരു സംരംഭം വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. അതും അബില മാമിനെ പോലെ ഒരു വ്യക്തിക്ക് അത് സാധിച്ചു എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, അഭിനന്ദനാർഹമാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു നമ്മളൊരു പാഷൻ എന്ന് പറയും. അത് കയറി എനിക്കിത് ചെയ്തേ പറ്റൂ. അതിനിടയിൽ ഒരുപാട് യാത്ര ചെയ്തു, ഒരുപാട് സ്ഥലങ്ങളിൽ പോയി കുറേ സന്ദേശങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്നെ ഇങ്ങനെ ദൈവം യാത്ര ചെയ്യണം സാറേ. ഓരോ സ്ഥലത്ത് തന്നെ വിളിക്കും, സാറേ ഞാനിപ്പോൾ വാരണാസി നിൽക്കുകയാണ്, ഞാനിപ്പോൾ ഡൽഹിയിൽ നിൽക്കുകയാണ്. ഓക്കെ, എവിടേക്കാണ് നിങ്ങൾ യാത്ര? എനിക്കറിയില്ല സാർ, എന്നിങ്ങനെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു. അതെല്ലാം ഇവിടേക്കായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ എനിക്കെന്താ പറയുക, ഏറ്റവും ആഹ്ലാദം എന്ന് പറഞ്ഞൊരു നിമിഷമാണത്. കാര്യം എന്തെന്നാൽ നമ്മളൊരു വിദ്യാർത്ഥി എന്ന് വിളിക്കാമെന്ന് എനിക്കറിയില്ല. കാരണം എന്നെക്കാട്ടിലും എന്താ പറയുക അറിവും ഇതുള്ള വ്യക്തിയാണ് അവർ ഇത്രയും നല്ലൊരു കോൺട്രിബ്യൂഷൻ നമ്മുടെ ടാരോ ഇതിലേക്കും മലയാളത്തിലേക്കും നൽകിയെന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു ചെറിയ സദസ്സിൽ അറിയപ്പെടുന്നതല്ല, എന്നൊരു വലിയ രീതിയിൽ ഒരുപാട് പേര് അറിയേണ്ട സംഭവമാണ്. പക്ഷേ അത് നമ്മളെപ്പോഴും ചോറിൻ്റെ വേവ് നോക്കുന്നത് ഒരു വറ്റെടുത്തിട്ടാണെന്ന് പറഞ്ഞ പോലെ ഈ മഹാമായുള്ള എല്ലാവരേക്കും അറിയാനായിട്ട് ഇവിടെ കൂടിയിരിക്കുന്നത് നിങ്ങൾ തന്നെ ധാരാളമാണ്. അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ, ഈ ധന്യമുഹൂർത്തത്തിൽ ഞാൻ അബില മാമിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഈ കാർഡുകൾ ഒരുപാട് പേർക്ക് മനസ്സിന് ശാന്തിയും അവർക്ക് മനസ്സമാധാനവും നിർദ്ദേശം ജീവിതത്തിൽ നൽകട്ടെ. പ്രതീക്ഷ അറ്റ് നിൽക്കുന്നവർക്ക് പുതിയ പ്രതീക്ഷയ്ക്ക് ഇതായി മാറട്ടെ, അവരുടെ ജീവിതം മാറട്ടെ. അതിനുള്ള ഒരു എന്താ പറയുക, ഒരു മീഡിയം ആവാൻ അബില മാമിന് കഴിഞ്ഞതിന് ഞാൻ എന്താ പറയുക ഈ നിമിഷത്തിൽ സർവേശ്വരനോട് നന്ദി പറയുന്നു. എല്ലാവിധ വിജയാശംസകളും എല്ലാവിധ നന്മകളും നേരുന്നു. ഈ കാർഡ് ഞാൻ എന്താ പറയുക ഈ നിമിഷത്തിൽ എല്ലാവർക്കുമായി ഈ ലോകത്തിനായി സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.